സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ബൈബിളിൽ നിന്ന് ചില വ്യക്തികളെക്കുറിച്ച്, ചില സംഭവങ്ങളെക്കുറിച്ച് അല്പസ്വല്പം പറയുവാൻ കർത്താവ് ശരണപ്പെടുന്നു. സ്തോത്രം. ഡിറ്റോ വടക്കൻ അക്കിക്കാവ്. സ്തോത്രം. അല്പസമയത്തേക്ക് താങ്കളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. തടവിലായിരുന്ന യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. പത്രോസിനെ മണിക്കൂറുകൾക്കകം കൊല്ലുവാൻ കാരാഗൃഹത്തിൽ അടച്ചു. സ്തോത്രം. എന്നാൽ സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അന്ന് തന്നെ ദൈവത്തിൻ്റെ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ കാരാഗൃഹത്തിലേക്ക് ഇറങ്ങി വന്ന് പത്രോസിനെ തട്ടി ഉണർത്തി. പത്രോസ് ഉറങ്ങുകയായിരുന്നു. ദൂതൻ വന്നപ്പോൾ പത്രോസിൻ്റെ കൈകാലുകളിൽ ചങ്ങലകളെല്ലാം അഴിഞ്ഞു. കാരാഗൃഹത്തിൻ്റെ വാതിൽ താനെ തുറന്നു. എല്ലാ പത്രോസിൻ്റെ ദൂതൻ പുറത്തു കൊണ്ടുവന്നു കാരാഗൃഹത്തിൻ്റെ. എന്നിട്ട് രാത്രി തന്നെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് പത്രോസിനെ എത്തിച്ചു. സ്തോത്രം. അങ്ങനെ ഹെരോദ രാജാവിൻ്റെ പിടിയിൽ നിന്ന് പത്രോസ് അപ്പോസ്തലൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഹെരോദ രാജാവ് പത്രോസിനെ കൊല്ലുവാൻ പരിപാടിയിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവം പത്രോസിന് വിടുതൽ കൊടുത്തു. പൗലോസും ശീലാസും തങ്ങൾ കണ്ട ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മക്കദോന്യയിലേക്ക് പോകുമ്പോൾ വെളിച്ചപ്പാടത്തെ സ്ത്രീയെ കാണുകയും പൗലോസ് അപ്പോസ്തലൻ അവളുടെ ഭൂതത്തെ ശാസിച്ചു. അപ്പോൾ അവിടുത്തെ യജമാനന്മാർ അവരുടെ ലാഭത്തിൻ്റെ ആശ പോയത് കൊണ്ട് പൗലോസും ശീലാസിനെ വലിച്ചയക്കുകയും മർദ്ദിക്കുകയും കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. സ്തോത്രം. ആമത്തിൽ കിടക്കുന്ന പൗലോസും ശീലാസും ക്ഷീണിതനായി മർദ്ദനമെല്ലാം ക്ഷീണിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അർദ്ധരാത്രി എഴുന്നേറ്റ് രണ്ടുപേരും പൗലോസും ശീലാസും എഴുന്നേറ്റ് പാടി സ്തുതിച്ചു. കർത്താവിനെ പാടി സ്തുതിച്ചു. അപ്പോൾ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. കാരാഗൃഹ പ്രമാണി ഉണർന്നു നോക്കിയപ്പോൾ വാതിലെല്ലാം തുറന്നു കിടക്കുന്നു. ചങ്ങലകളെല്ലാം കാരാഗൃഹ പ്രമാണി തൻ്റെ വാളൂരി ആത്മഹത്യക്ക് ശ്രമിച്ച് തന്നെ കൊല്ലുവാൻ ശ്രമിച്ചു. സ്തോത്രം. അപ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്, ആരും പോയിട്ടില്ല. പൗലോസും ശീലാസും മറ്റു തടവുകാരെല്ലാവരും ബന്ധനങ്ങൾ കഴിഞ്ഞു. സ്തോത്രം. പൗലോസും ശീലാസും എന്നെ പാടി സ്തുതിച്ച് കർത്താവിനെ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരും ചങ്ങലകളാകാൻ ഇടയായി. കാരാഗൃഹ പ്രമാണി പൗലോസും ശീലാസും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയി രാത്രി തന്നെ. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പ്രസംഗം കേൾക്കുകയും കാരാഗൃഹ പ്രമാണി കുടുംബവും സ്നാനപ്പെടുകയും ചെയ്തു. സ്തോത്രം. വമ്പൻ മത്സ്യത്തെ ലഭിക്കുകയാണ്, ഒരു കുടുംബത്തെ ലഭിക്കുകയാണ്. അതിനുവേണ്ടി പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. യോഹന്നാൻ അപ്പോസ്തലനെ തിളച്ച യേശുവിൻ്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ അപ്പോസ്തലനെ തിളച്ച എണ്ണയിലിട്ടു. എന്നാൽ ഒരു പോറലും പറ്റിയില്ല. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. എന്നാൽ പത്മോസ് ദ്വീപിൽ താൻ ഏകനായിരിക്കുകയാണ്. അവിടെ തലയോട്ടിലും അസ്ഥിക്കൂടങ്ങളും കഴുകന്മാരും മറ്റുമുണ്ട്. താൻ കത്രോസത്തിൽ ആത്മവേശനായി ഒരു മാടത്ത് പൊൻകച്ച കെട്ടിയ യേശുവിനെ കാണുവാനും ബൈബിളിൽ ലേഖനങ്ങൾ എഴുതുവാനിടയായി. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. യോഹനയോട് ദൈവം പറഞ്ഞു, നിനവേൽ പോയി മാംസാന്തരം പ്രസംഗിക്കുക. എന്നാൽ യോഹന അതനുസരിക്കാതെ തർശീസിലേക്ക് കപ്പൽ കയറി. കപ്പലിൻ്റെ അടുത്തായിട്ട് ഉറങ്ങുകയായിരുന്നു. കപ്പൽ മുങ്ങുമെന്നുള്ള ഘട്ടം എത്തിയപ്പോൾ അവരെല്ലാം വന്ന് യോഹനയാണ് ദൈവത്തെ അനുസരിക്കാതെ യാത്ര ചെയ്ത് മനസ്സിലാക്കി യോഹനയെ എടുത്ത് കടലിലേക്ക് ഇട്ടു. കപ്പലിൻ്റെ കോളുകളൊക്കെ മറ്റുമായി കപ്പൽ തകരുവാൻ പോകുമ്പോൾ കപ്പൽ രക്ഷപ്പെട്ടു. യോഹന കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ദൈവം ഒരു മത്സ്യത്തെ ഒരുക്കി യോഹനയെ വിഴുങ്ങുവാൻ. ആ മത്സ്യം യോഹനയെ വിഴുങ്ങി. മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 ദിവസം യോഹന മത്സ്യത്തിൻ്റെ വയറ്റിൽ നിലവിളിച്ച് അയ്യം വിളിച്ചു ദൈവത്തോട്. അപ്പോൾ ദൈവം പ്രാർത്ഥിക്കുന്നതിന് ഉപേക്ഷിക്കാത്ത ദൈവം, തള്ളിക്കളയാത്ത ദൈവം യോഹനയെ
നിന്നവയിൽ കൊണ്ട് ഛർദ്ദിപ്പിച്ചു മത്സ്യം, വെറുതെ ഛർദ്ദിച്ചു മത്സ്യം. യോന നിന്നവയിൽ മാനസാന്തം പ്രസംഗിച്ചു. നിന്നവക്കാർ രക്ഷിക്കപ്പെട്ടു ദൈവഹിതങ്ങളായി. സ്തോത്രം, സ്തോത്രം. നിന്നവക്കാർക്ക് വേണ്ടി ഒരു യോനയെ ഒരുക്കിയ ദൈവം. സ്തോത്രം. എവിടെ നിലവിളി ഉയർന്നിട്ടുണ്ടോ അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവം ഇറങ്ങി വരും, ദൈവം അത്ഭുതം ചെയ്യും. സ്തോത്രം. യേശു ക്രിസ്തു ഭൂമിയിൽ പരസ്യസൂക്ഷ വേളയിൽ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്തു. അപ്പങ്ങൾ വർദ്ധിപ്പിച്ചു, 5 കൊണ്ട് 5000 പോഷിപ്പിച്ചു. ആ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് കുരുടൻ സൗഖ്യം, ചെകിടൻ സൗഖ്യം, ഊമ സംസാരിക്കുന്നു, മുടന്ത നടക്കുന്നു. അത്ഭുതമന്ത്രി വീരനന്ത് അത്ഭുതം ചെയ്തുകൊണ്ടിരുന്ന യേശുവിനെ 33.5 തിരുവയസ്സിൽ 30-ാം വയസ്സിൽ തുടങ്ങിയ അത്ഭുതങ്ങൾ 33.5 തിരുവയസ്സിൽ തന്നെ ക്രൂശിക്കുകയും തൻ്റെ അവസാനത്തുള്ള രക്തം ഒഴുക്കുകയും തൻ്റെ യേശു ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. കാരണം ഭൂമിയുടെ അതോ ഭാഗത്തിൽ 3 ദിവസം. എന്നാൽ മരണത്തിന് കല്ലറയ്ക്ക് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശക്തി വെളിപ്പെടുത്തി 3 ദിവസം ഭൂമിയുടെ അതോ ഭാഗം യേശു ക്രിസ്തു ജീവനുള്ള തന്നെ പ്രത്യക്ഷം തൻ്റെ ഉച്ചമാർക്ക് മറ്റു പ്രത്യക്ഷപ്പെട്ടു. 3 ദിവസം കഴിഞ്ഞപ്പോൾ. സ്തോത്രം. യേശു ക്രിസ്തു 3 ദിവസം ഭൂമിയുടെ അതോ ഭാഗത്തിലായിരുന്നെങ്കിൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശക്തി വെളിപ്പെടുത്തി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട പ്രകാരം പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ അപ്പോസ്തലരുടെ 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, യെരൂശലേം വിട്ടുപോകാതെ നഗരത്തിൽ തന്നെ വിട്ടുപോകാതെ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ മർക്കോസിൻ്റെ മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരികയും 120 പേരടങ്ങുന്ന സംഘം എല്ലാവരും അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അഗ്നിയാലോകനാവ് പ്രത്യക്ഷമാകുകയും സ്തോത്രം ഒരു വലിയ മുഴക്കമുണ്ടാകുകയും ചെയ്ത് അവർ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. 120 മറിയടക്കണം 120 പേരടങ്ങുന്ന സംഘം. എന്നാൽ യെരൂശലേം ദേവാലയത്തിൽ വരുന്ന ജനക്കൂട്ടം ഇവർ ആത്മാവ് ആരാധിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, വലിയ ജനക്കൂട്ടം അവർ കേട്ടിട്ട് പറഞ്ഞു, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു. ചിലർ പറഞ്ഞു. അപ്പോൾ 10-15 എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞങ്ങൾ മദ്യപിച്ചിട്ടില്ല, വീഞ്ഞ് കുടിച്ചിട്ടല്ല, കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ്, നിങ്ങൾക്കൊന്ന് യേശു ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു, ഈ കാണുകൾക്ക് പകർന്നു തന്നു എന്ന് പറയുവാനിടയായി. സ്തോത്രം. അത്ഭുതമന്ത്രി വീരനന്ത് പത്രോസ് പ്രസംഗത്തിൽ 3000 പേർ സ്ഥാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ദൈവഹിതങ്ങളായി. സ്തോത്രം. ആദ്യമ സപ്പോർട്ടിലെടുത്തു കർത്താവിൻ്റെ ഭാഗത്തും ഇന്നും സഭാനുസൂതം വളർന്നുകൊണ്ടിരിക്കുന്നു. അനേകർ ദൈവഹിതങ്ങളായി കൊണ്ടിരിക്കുന്നു, അനേകർ ദൈവത്തിലേക്ക് ആദായപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അനേകർ ദൈവത്തിന് ദൈവരാജ്യത്തിന് പ്രവർത്തിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിരമിക്കുന്നു. ഡിറ്റോ വടക്കൻ അക്കിക്കാവ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.